ഹലോ ഹലോ. ഭാവേ, എന്തോയി? ഇന്ന് അനക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്നാ പറ്റിയേ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അല്ല, മറ്റേത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്നതല്ലോ അരമണിക്കൂർ. ഇന്നെന്ത് പറ്റി? ഞാൻ വിചാരിച്ച് ഇന്നൊക്കെ ഭയങ്കര ജോലി തിരക്കല്ലേ. ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ അല്ലേ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചേ? അല്ലല്ല ആ അല്ലല്ല പിന്നെ പാവം ക്ഷീണിച്ചിട്ടൊക്കെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെയുള്ള മനസാക്ഷിയൊക്കെ ഉണ്ട് അനക്ക്? പിന്നല്ലാണ്ട്. ഞാൻ രക്ഷപ്പെട്ടു. അതാ വിളിക്കാന്ന ഞാൻ ഓർത്തു എന്നാ പറ്റിയത്. അല്ലെങ്കിൽ എത്ര വയ്യെന്ന് പറഞ്ഞാലും വിളിച്ചോണ്ടേ ഇരിക്കുമല്ലോ. ഇതൊക്കെ ഒരു രസമല്ലേ? പിന്നല്ലാണ്ട്. എന്നിട്ട് മോളെ പരിപാടി എന്തായിരുന്നു ഇന്നത്തെ? എന്റെ പരിപാടി എന്താ, പണ്ടത്തെ പോലെ തന്നെ. പഴയ പല്ലവിയല്ലേ? രാവിലെ എഴുന്നേൽക്കുന്നു, ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, കയറിക്കിടന്ന് ഉറങ്ങുന്നു. എന്താ സുഖമല്ലേ? പിന്നെ പരമസുഖം. ജീവിതമായാലും ഇങ്ങനെയൊക്കെ. പിന്നെ ഇത്തിരി കൂടിപ്പോയി. എന്നതാ കൂടിയത്? ഒന്നും കൂടിയില്ല. ആർക്കോ വേണ്ടി അവിടെ നയിക്ക, 2 മാസം 1 മാസം ഇവിടെ നിക്ക. ആർക്ക് വേണ്ടിയിട്ട്? അതാ പറഞ്ഞത്, ആർഭാട് ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നിനക്ക്. എനിക്കങ്ങനെ ആർഭാട ജീവിതമൊന്നും വേണ്ട. പിന്നെ എങ്ങനെയുള്ള ജീവിതമാണ് കുട്ടി ഉദ്ദേശിച്ചത്? എനിക്ക് സാധാരണ പോലെ ജീവിതം മതി. സാധാരണ പോലെ അല്ലേ ഈ നടക്കണത്? നിങ്ങളെന്താ പറഞ്ഞ ആർഭാടം? അല്ല, ഈ സാധാരണ പോലെ നടക്കുന്നില്ലേ, ഈ സാധാരണ പോലെ സംസാരിക്കുന്നില്ലേ, പിന്നെ ഇനിയിപ്പോൾ എന്താ? എന്റെ പൊന്നെ, ആ വിഷയണ്ട് വീട്ട്. പേടിച്ചു പോയാ? ഞാൻ പേടിച്ചിട്ടൊന്നും. ഇത്രയേ ഉള്ളൂ? ജീവിതമൊക്കെ ആയാലും നിങ്ങൾ ഇതിൻ്റെ അടുത്ത് വേണം. ഇത് വേറെ നാട്ടിൽ പോയി നിൽക്കും, 1 മാസം 2 മാസം ഇവിടെ നിൽക്കും, എൻ്റെ അടുത്ത് നിൽക്കും. ഇത് പൊതുവേ ഉള്ള പരാതിയല്ല എൻ്റെ. ഈ പരാതി കേട്ടേ തലമണ്ട സ്റ്റോറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പറഞ്ഞാലും കേർത്തില്ല. ഇനി അതിങ്ങനെ കേൾക്കും, അപ്പുറത്തുകൂടി പോകും. അങ്ങനെ ഇത് പണ്ടില്ലേ, ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഈ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കറിയാം മുങ്ങൽ വിദഗ്ധയാണ്. ഇവിടുന്ന് എന്തായാലും ഇപ്പോൾ മുങ്ങാൻ പറ്റണില്ല, കുറച്ച് ദൂരമായിപ്പോയല്ലേ. അതുകൊണ്ടാണ് ഈ ഒറ്റയ്ക്ക് പെട്ടെന്ന് ഓടി അങ്ങ് വീട്ടിൽ പോകാനും കഴിയില്ല. കൊണ്ടാക്കാനും ആരുമില്ല, അത് ഏറ്റവും നല്ല കാര്യം. എന്നെ വിളിച്ചു കൊണ്ടുവരാനും ആരുമില്ല, അതും നല്ല കാര്യം. ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോന്നോണം. ഒറ്റയ്ക്ക് പോകുമ്പോൾ അറിയത്തില്ലയോ? എനിക്കറിയില്ല. അല്ല, ഈ ഒറ്റയ്ക്കല്ലേ ഇറങ്ങല്, അപ്പോൾ ഈ ഓർക്കത്തില്ലേ ഇനി ഞാൻ ഒറ്റയ്ക്ക് തന്നെ തിരികെ വരണമെന്ന്? എന്തേ ഓർക്കാത്തേ? പോവാൻ എന്തൊരു സന്തോഷമാണെന്നറിയാം. തിരിച്ചു വരുമ്പോൾ മുഖം ഉറിച്ച് അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. എന്തത്? അങ്ങനൊന്നുമില്ല. അവിടെ നിന്നിട്ട് നിന്റെ ഇത് തീർന്നില്ലേ, ആഗ്രഹം തീർന്നില്ലേ? അതെങ്ങനെ തീരും? സ്വന്തം വീട്ടിൽ പോയ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവില്ല. എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ പോയിക്കാളാം. നിങ്ങൾ എന്നെ വിളിക്കാൻ വരുമോ? ഞാൻ നാളെ രാവിലെ വരാം. എൻ്റെ പൊന്നോ, നമുക്ക് ഒരുമിച്ച് പോവാം പോരെ? അത് മതി.